ഇതിൽ കുറച്ച് ഏലക്കാപ്പൊടിയാണ് ചേർത്തത്. പിന്നെ വറുത്തൊന്നും ഇട്ടില്ല. വറുത്തൊന്നും ഇടണമെന്ന് തന്നെ ഇല്ല, അത്രയ്ക്ക് ടേസ്റ്റിയാണ്. നമ്മുടെ വളരെ വളരെ സ്പെഷ്യലായ മഖാന ഖീർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് വളരെ ടേസ്റ്റിയാണ്, ഉണ്ടാക്കി നോക്കാൻ ഭയങ്കര ഈസിയാണ്. അപ്പോൾ ഈ മഖാന കൊണ്ടാണ് നമ്മൾ പായസം ഉണ്ടാക്കുന്നത്. മഖാന ഇപ്പോൾ എല്ലാ സൂപ്പർ മാർക്കറ്റിലും കിട്ടും, എല്ലാവർക്കും അറിയാവുന്നതാണ്. താമര വിത്ത്, താമര അരി. അപ്പോൾ നമുക്കിത് ആദ്യം ഒന്ന് വറുത്തെടുക്കാം. നെയ്യിൽ വേണം വറുത്തെടുക്കാനായിട്ട്. പാൻ അടുപ്പ് വെച്ചിട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. നെയ്യ് ഒഴിച്ചിട്ട് മഖാന ഇട്ട് നല്ലതായിട്ട് റോസ്റ്റ് ചെയ്തത്. ഈ നിവേദ്യമൊക്കെ വയ്ക്കത്തില്ലേ, നമ്മൾ പൂജയൊക്കെ വീട്ടിൽ ചെയ്യുമ്പോൾ നിവേദ്യമൊക്കെ വയ്ക്കത്തില്ലേ, അതുപോലത്തെ ദിവസങ്ങളിൽ പൗർണമി പിന്നെ പൂജയ്ക്ക് ഒക്കെ വയ്ക്കാവുന്ന ഒരു നിവേദ്യവും കൂടിയാണ് ഈ പായസം. സ്പെഷ്യലും കൂടിയാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ റോസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഇതേപോലെ ഇങ്ങനെ ഒന്ന് തൊടുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് റോസ്റ്റ് ആക്കണം. കളർ ചേഞ്ച് ആവണ്ട. ഇത് മതി, തീ ഓഫ് ചെയ്യാം. വറുത്തെടുത്ത മഖാന ഞാൻ കുറച്ച് പൊടിച്ചെടുത്തിട്ടുണ്ട്. മിക്സിയിലൊന്നും ഇട്ട് പൊടിക്കേണ്ട കാര്യമില്ല, കാരണം ഇതിങ്ങനെ പെട്ടെന്ന് അങ്ങ് പൊടിഞ്ഞോളും കേട്ടോ. അപ്പോൾ പകുതി പൊടിച്ചെടുക്കാം, പകുതി അതേപോലെ തന്നെ എടുക്കാം. ഇനി നമുക്ക് പായസം ഉണ്ടാക്കാം. വളരെ വളരെ ഈസിയാണ്. വളരെ ഈസി എന്ന് പറഞ്ഞാൽ അത്രയ്ക്കും ഈസിയാണ്. പിന്നെ വളരെ സ്പെഷ്യലാണ്. ഞാൻ പറഞ്ഞല്ലോ, പൂജയൊക്കെ വയ്ക്കാൻ, നിവേദ്യമൊക്കെ വയ്ക്കാനായിട്ട്, ഇപ്പോൾ ലക്ഷ്മി പൂജയ്ക്കായാലും പൗർണമി പൂജയ്ക്കായാലും അങ്ങനത്തെ പൂജകൾക്ക് നിവേദ്യം വയ്ക്കാൻ ഒക്കെ നല്ല ഒരു പായസമാണ്. അപ്പോൾ നമുക്കിത് റെഡിയാക്കാം. അപ്പോൾ നമ്മൾ ഇതുപോലെ പാല് അടുപ്പത്ത് വെച്ച് തിളപ്പിക്കുക. അതിനുശേഷം നമ്മൾ ഈ മഖാന അതിലേക്ക് ഇടാം. പൊടിയും ചേർക്കാം. ഇതൊന്ന് തിളച്ച് വരുന്ന താമസമേ ഉള്ളൂ. പായസം റെഡിയാവും. അപ്പോൾ മഖാന ഒട്ടും എന്താ പറയണ്ടേ, അല്ലെങ്കിൽ ഒട്ടും ക്രീമി അല്ലല്ലോ പായസം. അതിനാണ് നമ്മളത് പൊടിച്ചിടുന്നത്. അപ്പോൾ നല്ല ക്രീമി ആയിരിക്കും, നല്ല ടേസ്റ്റും ആയിരിക്കും. അപ്പോൾ നമുക്കിതിനകത്ത് ആവശ്യത്തിന് പഞ്ചസാരയാണ്. ഇതൊരു വെള്ള കളറിലെ പായസമാണ് കേട്ടോ. ശർക്കരയല്ല നമ്മളിതിൽ ചേർക്കുന്നത്, പഞ്ചസാര തന്നെ ചേർക്കണം. കഴിഞ്ഞു. നമ്മുടെ വളരെ വളരെ സ്പെഷ്യൽ ആൻഡ് ഈസി മഖാന പായസം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെച്ചിട്ട് പറങ്ങാണ്ടിയോ ബദാമോ മുന്തിരിയൊക്കെ വറുത്തിടാം. ഇല്ലാതെയും എടുക്കാം. അപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്യുകയാണ്. അപ്പോൾ ഇതിൽ എന്താ, നമ്മളൊക്കെ ഫ്ലേവറിന് ഏലക്കാപ്പൊടി ചേർക്കാം, അല്ലെങ്കിൽ കുറച്ച് വനില ചേർക്കാം. അപ്പോൾ ഉണ്ടാക്കി നോക്കാൻ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. വളരെ ഈസി. ഇത് ഇച്ചിരി തിക്കായിപ്പോയി, കുറച്ച് ഇതാക്കണമെങ്കിൽ കുറച്ച് പാലിട്ട് ചേർത്താൽ മതി. അപ്പോൾ എന്താ പറയേണ്ടത്, നമ്മൾ എല്ലാവർക്കുമൊക്കെ അറിയായിരിക്കും. അറിയാൻ വയ്യാത്തവർ ഒക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്